أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ ഓരോ നിമിഷങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. ഏതു സമയവും ഏതു വിധേനയും എവിടെ വെച്ചും അല്ലാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെടേണ്ടവരാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് നാം ഏവരും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അല്ലാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരടിമയായി ഇവിടെ ജീവിച്ച് ആ നിലയിൽ മരണപ്പെട്ടു പോകണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ ആഗ്രഹിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ രാജ്യം ദുരന്തത്തിൻ്റെ ഭീകരതയിൽ നിന്ന്, അതല്ലെങ്കിൽ അതിൻ്റെ ഞെട്ടലിൽ നിന്ന് ആരും തന്നെ മുക്തരായിട്ടില്ല. നൂറുകണക്കിന് മൃതദേഹങ്ങളാണ് മുഴുവനായും, അതേപോലെ തന്നെ കഷ്ണങ്ങളായുമൊക്കെ ലഭിച്ചിട്ടുള്ള മനുഷ്യൻ്റെ അവയവങ്ങളെല്ലാം കിട്ടിയിടത്തോളം സംസ്കരിക്കുകയുണ്ടായി. എല്ലാവരുടെയും സഹകരണത്തോടെ, എല്ലാ മതവിശ്വാസികളുടെയും സഹകരണത്തോടു കൂടിയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നത് എന്നതും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. കരുണ പറ്റിയിട്ടില്ലാത്ത മനുഷ്യർ എല്ലാം മറന്നുകൊണ്ട് നിറവും വർണ്ണവും ജാതിയും മതവും ഒന്നും നോക്കാതെ ആ ദുരന്ത മുഖത്ത് 11ാം ദിവസവും തിരച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണി മുതൽ 11 മണി വരെ കൂട്ടത്തെരച്ചിൽ പ്രഖ്യാപിച്ചു. അതിന് അനുസരിച്ച് മനുഷ്യ സമൂഹം ഒന്നടങ്കം, കുടുംബക്കാർ ഒന്നടങ്കം ആ തെരച്ചിലിലാണ്. ഇതൊക്കെയും നമ്മൾക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളിൽ ഈ സംഭവങ്ങളിലുണ്ട്. ഇത്രമാത്രം ദുരന്തം നടന്ന ഈ ദുരന്തത്തിൽ പോലും മറ്റ് ദുരന്തങ്ങൾ പോലും കയറി വരുന്നു എന്നതും നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ട സംഗതികളാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പല വീഡിയോകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും ഹൃദയസ്പൃക്കായ 2-3
വീഡിയോകൾ, അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ നമ്മൾക്ക് കഴിയില്ല. അതിലൊന്ന്, ആ ദുരന്തമുണ്ടായി വയനാടിൻ്റെ ആ ദുരന്തമുഖത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു സ്കൂൾ. ആ സ്കൂളിലെ എച്ചമായിരുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഉണ്ണിമാഷ്, അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടി അദ്ദേഹത്തെ വിതുമ്പലോടുകൂടി പറയുന്ന ചില വാക്കുകളുണ്ട്. ആലപ്പുഴക്കാരനായ ആ മാഷ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുമായി അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി മാത്രം ജീവിച്ച ആ വ്യക്തി, ഈ സംഭവം നടക്കുമ്പോ അന്ന് അദ്ദേഹം നാട്ടിലായിരുന്നു. അദ്ദേഹം ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു വല്ലാത്ത ഒരു അനുഭവം. അദ്ദേഹം പറയാ, ഞാൻ പലതവണ ഇവിടെ നിന്നൊരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചവനാണ്. പക്ഷെ ഈ നാട്ടിലെ ആളുകൾ എന്നെ മാറാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ നാട്ടിനടുത്ത് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് മാറണം എന്നാഗ്രഹിച്ചിട്ട് ഈ നാട്ടിലെ സ്നേഹനിധികളായ ഈ പാവം മനുഷ്യർ എന്നെ സമ്മതിച്ചില്ല. അദ്ദേഹത്തിന്റെ ആ തീരുമാനം അദ്ദേഹം മാറ്റിവെക്കുകയായിരുന്നു. ആ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. പലപ്പോഴും അദ്ദേഹം ആ സ്കൂളിനടുത്തുള്ള ചായക്കടയിൽ ചായ കുടിക്കാൻ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന് വിഷമമുണ്ട്. എങ്കിലും എന്താണ് അദ്ദേഹത്തിന്റെ വിഷമം? ചായ കുടിച്ചാൽ അതിന്റെ കാശ് പോലും അദ്ദേഹത്തിന് കൊടുക്കാൻ അദ്ദേഹത്തെ ആളുകൾ സമ്മതിക്കില്ലായിരുന്നു. അത്രമാത്രം അദ്ദേഹം അവിടുത്തെ ജനങ്ങളുമായി അങ്ങേയറ്റം ഇടപെട്ട് ഇഴകിച്ചേർന്ന ആ ഒരു മനുഷ്യന്റെ ആ ഒരു വിതുമ്പൽ വല്ലാത്ത ഒരു അനുഭവമായിരുന്നു എന്ന് നമ്മൾ അറിയണം. അതേപോലെ തന്നെ രാത്രിയുടെ യാമം ഏകദേശം 1:30 മണി സമയത്ത് അവിടുത്തെ പള്ളിയിൽ വെച്ച് ഒരു കൂട്ട ബാങ്ക് ഉണ്ടായിരുന്നു. ആ കൂട്ട ബാങ്കിനോടനുബന്ധിച്ച് എന്താ, ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് നിങ്ങൾ നീങ്ങണം. ഈ ബാങ്കിൽ കേൾക്കുന്ന നിങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് മാറി മറ്റിടങ്ങളിലേക്ക് പോകണം എന്ന ഒരറിയിപ്പായിരുന്നു. സുരക്ഷിതമായ സ്ഥലം നോക്കണം എന്ന ഒരറിയിപ്പായിരുന്നു ഈ പള്ളിയിൽ നിന്ന് കേട്ടിരുന്നത്. ആളുകൾ അതിനനുസരിച്ച് പല സ്ഥലങ്ങളിലേക്കും അവർ മാറുകയുണ്ടായി. ആ സമയത്ത് ഒരമ്മയും 2-3 പേരും ഈ ശബ്ദം കേട്ട് സുരക്ഷിതമായ ഒരു സ്ഥലം തേടി വരുന്നതിനിടയിൽ അവരെത്തിയത് ഈ പള്ളിമുറ്റത്തായിരുന്നു. അന്യജാതിയിൽപ്പെട്ട ആ സ്ത്രീ, എങ്ങനെ ഞാൻ ഈ പള്ളിയിൽ അഭയം തേടും, എങ്ങനെ ഞാൻ ഈ പള്ളിയിൽ പ്രവേശിക്കും എന്ന വല്ലാത്ത ഒരു പ്രയാസം അനുഭവിച്ചു കൊണ്ടിരുന്ന സമയത്ത് പള്ളിയിലെ ആളുകൾ പെങ്ങളെ ഈ പള്ളിയിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞ് ആ പെങ്ങളോട്, അവിടെ കൂടെ ഉണ്ടായിരുന്നവരോട് പള്ളിയിലേക്ക് കയറാൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ആ പെങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഈ പള്ളിയിൽ കയറിയത് കൊണ്ടാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു അനുഭവം നമ്മൾ കേട്ടതാണ്. നമ്മൾ അറിയണം എവിടെയാണ്, എങ്ങനെയാണ് രക്ഷ എന്ന് നമ്മൾക്കാർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഒന്നാമത്തെ ഒരു അനുഭവം, ഒരമ്മയും ഒരു മകളും ശക്തമായ ഈ കുത്തൊഴുക്കിൽപ്പെട്ട് ഒലിച്ചു പോവുകയില്ല. ഒലിച്ചു പോയപ്പോ ഈ അമ്മയും മകളും ഒരു പിടിവള്ളിയിൽ പിടിച്ച് മണിക്കൂറുകളോളം ആ പിടിവള്ളി പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് അവസാനം അവര് 2 പേരും രക്ഷപ്പെടുന്ന ഒരവസ്ഥ, അത്ഭുതകരമായി ആ അമ്മയും മകളും രക്ഷപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയുണ്ടായി. അവര് രക്ഷപ്പെട്ട ഒരു ഭാഗത്തേക്ക് നീങ്ങിയപ്പോ അവര് കാണുന്നത് 3 ആനകൾ ഈ അമ്മയുടെയും മകളുടെയും അടുത്ത് വന്ന് നിൽക്കുന്ന അത്രയ്ക്കും പേടിപ്പെടുത്തുന്ന ഒരവസ്ഥ കാണുകയാണ്. ആ സമയത്ത്
എന്നിട്ട് അമ്മ ആനയോട് പറഞ്ഞു, ആനേ എന്നെ ഉപദ്രവിക്കല്ലേ, ഞങ്ങൾ പാവങ്ങളാണ്, എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ വന്ന ആന, ആ 3 ആനയും വന്ന വഴിക്ക് തിരിച്ചുപോയി എന്നതും നമ്മൾ അറിഞ്ഞതാണ്. എന്തുമാത്രം പാഠങ്ങളാണ് അല്ലാഹു ഏതൊരു സൃഷ്ടിക്കും, ഏതൊരു ജീവിക്കും അവരുടെ മനസ്സിൽ കൊടുക്കുന്ന ഒരു ചിന്തയുണ്ട്. നമ്മൾ അറിയണം, നമ്മൾ ജീവികളെ കാണുമ്പോ നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ ഇടപെടാറുണ്ട്. എന്നാൽ അല്ലാഹു തആല തന്റെ സൃഷ്ടിജാലങ്ങൾക്ക്, തന്റെ ജീവികൾക്ക് നൽകുന്ന ചില സന്ദേശങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. ആ ഒരു നട്ടപ്പാതിര നേരത്ത് ആ പിടിവള്ളി പിടിച്ച് രക്ഷ തേടി കയറിപ്പോയ അമ്മയുടെയും മകളുടെയും ആ ഒരു സന്ദർഭം നമ്മൾ അറിയണം. നോക്കൂ നിങ്ങൾ, അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ട അവരുടെ സംസാരം ഈ ലോകത്തുള്ള ജനങ്ങൾ കേട്ടുകഴിഞ്ഞു. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊക്കെയാണ് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മൾ അറിയണം. പകച്ചു നിൽക്കുന്ന വല്ലാത്ത ഒരു സന്ദർഭമാണല്ലോ ഇത് എന്ന് നമ്മൾ അറിയണം. ഇവിടെ നമ്മൾ അറിയേണ്ടത്, ഇങ്ങനെയൊക്കെ ഈ ദുരന്തമുണ്ടായി, ഈ ദുരന്തമുഖത്ത് എല്ലാം മറന്ന്, എല്ലാം ജീവൻ പോലും പണയപ്പെടുത്തി, എല്ലാം മറന്ന് രക്ഷകരായി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ. ഈ സമയത്താണ് ചില ആളുകൾ ഈ ദുരന്തത്തെക്കാളും വലിയ ദുരന്തങ്ങളായി രംഗത്ത് വരുന്നത്. പുരപ്പുറത്ത് കയറി സോഷ്യൽ മീഡിയയിലൂടെ വല്ലാതെ ചിലച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളെ നമ്മൾ കാണുകയാണ്. എന്തുമാത്രം സങ്കടകരമാണ്. ദൈവത്തെ പഴിചാരുന്നു, സന്നദ്ധ സംഘടനകളെ പഴിചാരുന്നു. എന്തുമാത്രം മോശമായ ഇടപെടലുകളാണ് ഇത്തരം ആളുകൾ. അവരിതിലൂടെ നടത്തുന്നത് എന്താ? ഒരു ദൈവിക ചിന്തയിൽ നിന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, തെറ്റി മറ്റ് ചിന്തകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത്. എല്ലാം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന, എല്ലാം മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് വിചാരിച്ച് വലിയ വലിയ ഗീർവാണ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ മനുഷ്യന്റെ വിലക്ക്, മനുഷ്യന്റെ വിലയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ജാതിയില്ല, ഇവിടെ വർഗം നോക്കിയല്ല പെരുമാറിയത്. എന്നിട്ട് പോലും ഇവിടെ ജാതി കാണാൻ ശ്രമിച്ചു, ഇവിടെ വർഗത്തെ നോക്കാൻ ശ്രമിച്ചു, ഇവിടെ മറ്റുള്ള പലതും പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു രംഗമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചിന്ത ആളുകളിൽ രൂപപ്പെട്ടു വരുന്നു? എന്തുകൊണ്ട് ഇത്തരം ചിന്തകൾക്ക് പ്രചാരമുണ്ടാകുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രത്യേകിച്ച് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചർച്ചകൾ വരുമ്പോ, അള്ളാഹുവിനെ ക്രൂരനായി ചിത്രീകരിക്കുമ്പോ, ഒരു കരുണയില്ലാത്തവന് ദൈവം എന്ന് ചിത്രീകരിക്കുമ്പോ, അള്ളാഹു എന്ന് ചിത്രീകരിക്കുമ്പോ, ഇതിന്റെ വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരവബോധം യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഉണ്ടാവണ്ടേ? നേരെ തിരിച്ചൊരു ചോദ്യം, ഈ ഒരു പ്രദേശത്ത് മാത്രമാണല്ലോ ഈ ഒരു ദുരന്തം ഉണ്ടായത്. ക്രൂരനായ ദൈവം, ക്രൂരനായ അള്ളാഹു ആയിരുന്നെങ്കിൽ വേറെ ഒരു ഭാഗത്തും ഈ സമയത്ത് അങ്ങനെ ഉണ്ടായില്ലല്ലോ. ഇതൊക്കെ ഈ ലോകത്തെ സൃഷ്ടിച്ച റബ്ബിന്റെ തീരുമാനമനുസരിച്ച് മാത്രമേ ഈ ലോകത്ത് എന്തും നടക്കൂ എന്ന് ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഇവിടെ ജീവിതം എന്ന് പറയുന്നത് 2 രൂപത്തിലാണ്. ഒന്ന് ലൗകികമായിട്ടുള്ള ഒരു ജീവിതം, മറ്റൊന്ന് ആത്മീയമാണ്. ഈ 2 രൂപത്തിലാണ് ജീവിതം എന്ന് പറയുന്നത്. ലൗകികമായി മാത്രം ചിന്തിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ പലതും തോന്നും. ഇത് ഇന്നിന്റെ മാത്രം ഒരു സംഭവമല്ല. പരിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലഘട്ടങ്ങളിൽ തന്നെ ഈ ലൗകികവാദികൾ പലപ്പോഴായി ഖുർആനിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്, പ്രവാചകനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. പ്രവാചകനിൽ വിശ്വസിച്ചവർക്ക് നേരെ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ചരിത്രം വായിക്കുന്ന, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാകും.
ഖുർആനിൽ ഒരു നമ്മൾക്ക് കാണാം, സൂറത്ത് മുഅ്മിനൂനിൽ 35-ാം ആയത്ത് മുതൽ നമ്മളൊന്ന് വായിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും. അവിടെ പറയുന്നുണ്ട് ഈ ലൗകികവാദികളുടെ വർത്തമാനം. അയഇദുക്കും അന്നക്കും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇലാമൻ അന്നക്കും മുഖ്രിജൂൻ. അവർ ചോദിക്കുക, അയഇദുക്കും, നിങ്ങൾക്ക് ഇനി ഒരു മടക്കമുണ്ടോ? അന്നക്കും ഇദാ മിത്തും, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു മടക്കമോ? വകുൻതും തുറാബൻ വഇലാമ, നിങ്ങൾ മണ്ണായി പോയില്ലേ, നിങ്ങൾ എല്ലുകളായി പോയില്ലേ? അൻതും മുഖ്റജൂൻ, വീണ്ടും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണോ? ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ, നിങ്ങൾ ഈ വാദിച്ചു കൊണ്ടിരിക്കുന്ന ഈ വാദം അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അത് എത്രയോ വിദൂരത്താണ് എന്ന് ഈ ഭൗതികവാദികൾ അവസാനിപ്പിച്ചില്ല. ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ, ഇത് ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ നമൂതു വനഹിയ, നമ്മൾ ഇവിടെ മരിക്കും, നമ്മൾ ഇവിടെ ജീവിക്കും. വമാ നഹ്നു ബിമബ്ഊസീൻ, പിന്നീട് ഒരു പുനർജന്മം ഇല്ല എന്ന് ഈ ഭൗതികവാദികൾ, ഇത് ഇന്നിന്റെ മാത്രം ഒരു വർത്തമാനമല്ല. ഏത് കാലഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള നിറം നോക്കുന്ന, ഇത്തരം വർഗം നോക്കുന്ന, ഇത്തരം ദൈവത്തിനെതിരായിട്ടുള്ള, അള്ളാഹുവിനെതിരായിട്ടുള്ള സംസാരങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ. നമ്മൾക്ക് ഈ ഒരു ദുനിയാവ് എന്ന് പറയുന്നത് തികച്ചും ഒരു പരീക്ഷണാലയമാണ് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും, മരണവും ജീവിതവും പടച്ച റബ്ബ്, ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ. എന്താ പരീക്ഷിക്കുന്നത്? അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത്, നിഷ്കളങ്കമായി നിഷ്കപടമായി അമൽ ചെയ്യുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. അല്ലാഹു തആല വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാ. എന്നാൽ ഭൗതികവാദികളോട് നിങ്ങൾ എന്തെങ്കിലും ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ വാദം എന്തായിരിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പോഴും നമുക്കറിയാം, എല്ലാം മറന്ന് എല്ലാ സംഘടനകളും ഈ ദുരന്തം കേട്ട അന്ന് മുതൽ ഇന്ന് വരെയും അവിടെ പുനരധിവാസത്തിന് വേണ്ടി, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് ആലോചിച്ച് എല്ലാവരും എല്ലാം മറന്നുകൊണ്ട് താൻ സമ്പാദിച്ച തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ പള്ളികൾ കേന്ദ്രീകരിച്ചും ഓരോ വ്യക്തികൾ കേന്ദ്രീകരിച്ചും അതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാ. കരുണ പറ്റാത്ത മനസ്സിന്റെ ഉടമകൾ ഇതിനോട് സഹകരിക്കും, അതിലൊരു സംശയവുമില്ല. എത്ര സംഘടനകൾ വന്നാലും എത്ര ആളുകൾ വന്നാലും എല്ലാവരുമായി സഹകരിക്കുന്ന ഒരു കേരളീയ മനസ്സ്, അത് നമ്മുടെ മനസ്സാണ്, അതാണ് നമ്മുടെ മനസ്സ്. എന്നിട്ട് ഈ ഭൗതികവാദികൾ, ഈ ഇത്തരം വലിയ വലിയ വർത്തമാനം പറയുന്ന ആളുകൾ എന്താ പറയുന്നത്? അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളെ നിർത്തിവെക്കാൻ ഉത്തരവിടുകയാണ്. ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇനി വേണ്ട എന്ന് പറയാൻ പോലും ആളുകൾ തയ്യാറാവുന്നു. ഇതിന്റെ പിന്നിൽ എന്താ? ഇവിടെ രാഷ്ട്രീയം നോക്കണോ? ഇവിടെ മറ്റെന്തെങ്കിലും നോക്കണോ? ഇവിടെ മനുഷ്യന്റെ ജീവന് വില ഉണ്ട്. ആ വില കൽപ്പിക്കുന്നുവെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഒരു പ്രതിബന്ധവും ഉണ്ടാവില്ല. ഇതെന്നിന്റെ മാത്രം സംസാരമല്ല. ഖുർആൻ പറയുന്നു, വൈദാ ഖീല ലഹും, ഇങ്ങനെ ചിന്തിക്കുന്ന ലൗകികവാദികളോട്, ഇങ്ങനെ ചിന്തിക്കുന്ന മതവിരോധികളോട് പറയപ്പെട്ടാൽ എന്ത്? അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണം, എന്തെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും തരണം. അൻഫിഖൂ മിമ്മാ റസഖക്കുമുല്ലാഹ്, നിങ്ങളുടെ ഔദാര്യത്തിൽ നിന്നല്ല, നിങ്ങൾക്ക് നൽകിയത് നിങ്ങളുടെ റബ്ബ. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് നൽകിയതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കണം, ചെലവഴിക്കണം എന്ന് പറഞ്ഞാൽ ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ, അവിശ്വാസികളായിട്ടുള്ള ഇത്തരം ഭൗതികവാദികൾ, ഇത്തരം
പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ വിശ്വസിച്ചിരുന്ന ആളുകളോട് പറയും, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, എല്ലാം മറന്ന് പ്രവർത്തിക്കുന്ന ആളുകളോട് ഈ ജാതി ആളുകൾ പറയുന്നറിയോ, ദൈവം കൊടുക്കാൻ നീ തീരുമാനിച്ച കാര്യല്ലേ, അത് ദൈവം കൊടുത്തോട്ടെ. അള്ളാഹ് തീരുമാനിച്ച, അള്ളാഹ് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ ഇവിടെ നടക്കൂ. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെലവഴിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കൃത്യമായും വഴികേടിലായി പോയിട്ടുണ്ട് എന്ന വാദമാണ് ആര് നടത്തുക? ഈ ഭൗതികവാദികൾ നടത്തുക എന്ന്. ഇത് ഇന്ന് പറഞ്ഞതാണോ? ഇത് അല്ലാഹു തആല ഇന്ന് പറഞ്ഞതാണോ? ഇത് അല്ല. ഇത്തരം ഭൗതികവാദികളും പുറപ്പുറത്ത് കയറി വലിയ ഗീർവാണ പ്രസംഗം നടത്തുന്ന ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ചില ആളുകൾ എന്നും എക്കാലത്തും ഉണ്ടാകും എന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ടാണ് അല്ലാഹു തആല നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോ അള്ളാഹുവിനെ കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുമ്പോ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് വല്ലാതെ പറയുമ്പോ, വിശ്വാസികളായ നമ്മൾ കൃത്യമായ ഒരു അവബോധം ഈ രംഗത്ത് നമ്മൾ ഉണ്ടാക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, എന്റെ റഹ്മത്ത്, എന്റെ കാരുണ്യം, അത് വസിഅത്ത് കുല്ല ശൈഇൻ, എല്ലാ വസ്തുവിലും അത് വിശാലമാണ്. അത് അള്ളാഹു എങ്ങനെ കൊടുക്കണം, അത് എവിടെയൊക്കെ കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കണം, ഏതെല്ലാം മേഖലകളിലാകണം, ഇത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ഈ ലോകത്തെ സൃഷ്ടിച്ചതാരാ? റബ്ബ്. ഈ ലോകം എങ്ങനെ ചലിക്കണം, ഈ പ്രാപഞ്ചിക നിയമം, അത് അള്ളാഹുവിന്റെ നിയമമാണ്. അത് അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ സൂര്യനും ചന്ദ്രനും അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഭ്രമണപഥത്തിൽ. വളരെ കൃത്യമായി എല്ലാം എല്ലാം അതിന്റെ ഭ്രമണപഥത്തിലൂടെ അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് പ്രാപഞ്ചിക നിയമമാണ്, ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. അപ്പോ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോ അള്ളാഹു എത്ര ക്രൂരൻ എന്നല്ല ചിന്തിക്കേണ്ടത്. അള്ളാഹു ഇതിൽ വലിയ ഗുണപാഠം നൽകുന്നുണ്ട്, വലിയ സന്ദേശമുണ്ട്. ഇതൊരു പരീക്ഷണമാണ്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, നബിയെ പറഞ്ഞു കൊടുക്കോ ഇബാദി, എന്റെ അടിമകളോട്, അന്നീ നിശ്ചയമായും ഞാൻ അനൽ ഗഫൂറുർ റഹീം, ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, ഞാൻ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരംശം മാത്രമാണ് ഈ ലോകത്തെ സകല ജീവികൾക്കുമായി അള്ളാഹു വിഹിതം ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ലില്ലാഹി മിഅത്ത് റഹ്മ, അള്ളാഹുവിന്റെ 100 കാരുണ്യം. അൻസല മിൻഹാ റഹ്മത്തൻ വാഹിദ, അതിൽ ഒരൊറ്റ കരുണ, ഒരംശമാണ്. അല്ലാഹു തആല ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിം, ജിന്നുകൾക്കിടയിൽ, മനുഷ്യന്മാർക്കിടയിൽ, മറ്റ് ജീവജാലങ്ങൾക്കിടയിൽ അല്ലാഹു ഇറക്കിയിട്ടുള്ളത് റഹ്മത്തൻ വാഹിദ, ഒരംശം മാത്രമാണ് കാരുണ്യത്തിന്റെ. ഫീഹാ യതആതഫൂന വബിഹാ യതറാഹമൂന, ആ ഒരംശമാണ് നമ്മളൊക്കെ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന കോടാനുകോടി മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും അനുഭവിക്കുന്നത് അള്ളാഹുവിന്റെ ഈ ഒരംശം റഹ്മത്ത് കൊണ്ടാണ്. വീണ്ടും പറയുന്നു, വബിഹ, അതുകൊണ്ടാണ്, ഒരു വന്യമൃഗം, ആ വന്യമൃഗത്തിന്റെ കുട്ടിയോട് കാണിക്കുന്ന ആ മൃദുലമായ സമീപനമുണ്ടല്ലോ, ആ കാരുണ്യത്തിന്റെ സമീപനമുണ്ടല്ലോ, അതുപോലും കാണിക്കുന്നത് ഈ ഒരംശത്തിന്റെ ഭാഗമാണ്. അല്ലാഹു തആല 99% അല്ലാഹു തആല അവിടെ ബാക്കി വെച്ചിരിക്കുകയാണ്. യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ, അത് അന്ത്യദിനത്തിൽ അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് നൽകും. എത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ് അള്ളാഹുവിന്റെ കാരുണ്യം, അതെന്തുമാത്രം വിശാലമാണ്. അതിനെയാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട്
നമ്മൾ അള്ളാഹുവിലേക്ക് ധാരാളമായി അടുക്കുകയും അള്ളാഹുവിനോട് ഈ കാരുണ്യത്തെക്കുറിച്ച് ചോദിക്കുകയും പൊറുക്കലിനെ തേടി ജീവിക്കുകയും ചെയ്യുക എന്നതിനപ്പുറം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റൊന്നും ചെയ്യാനില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച ഒരു സന്ദേശമുണ്ട്. എന്താണ് ആ സന്ദേശം? ഭൂമിയിൽ വിനയാന്വിതരായി ജീവിക്കണം. കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. എങ്കിൽ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഈ ഒരു സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണ്ടേ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജാതികളോടും, ഇവിടെ വർണ്ണമില്ല, വർഗമില്ല, ജാതിയില്ല, ഒന്നും നോക്കണ്ട, ആ നിലക്ക് കരുണ കാണിക്കുന്ന കരുണാർദ്ധമായ കാരുണ്യത്തിന്റെ ഒരു മനസ്സ് അതുണ്ടാക്കിയെടുക്കാനാണ് വിശ്വാസികളായ നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അക്കാര്യമാണ് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. തികച്ചും അള്ളാഹുവിന്റെ കാരുണ്യം അത് ലഭിക്കുന്നതിനു വേണ്ടി, അവന്റെ അനുഗ്രഹം കിട്ടുന്നതിനു വേണ്ടി സദാ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. ഈ നിലക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ആര് സാഹചര്യം നോക്കി ഇത്തരം വിഷയങ്ങളുമായി 100% നമ്മളെ കഴിയുന്നതൊക്കെ ചെയ്തുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളുമായി യോജിച്ച് മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾക്കുണ്ടാകും. പ്രവാചകൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരാളുടെ കുർബത്ത് നീക്കിയാൽ, ഒരാളുടെ പ്രയാസത്തിൽ ഇടപെട്ടാൽ, ആ പ്രയാസം ദൂരീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ ചെയ്താൽ നഫസല്ലാഹു കുർബതക്കും, അല്ലാഹു തആല നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കത് വളരെ ആശ്വാസത്തോടു കൂടി ഇടപെടാൻ കഴിയും. അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്ന, നമ്മൾ വേറൊരാളുടെ പ്രശ്നം തീർത്താൽ നമ്മുടെ പ്രശ്നം നമ്മളറിയാതെ അല്ലാഹു തആല നമ്മൾക്ക് പരിഹരിച്ചു തരും. ഈ ഒരു വിശ്വാസമാണ് ഏതൊരു വിശ്വാസിക്കും ഉണ്ടാകേണ്ടത്. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ജീവനുള്ള പച്ചക്കരളുള്ള എല്ലാവരോടും കാരുണ്യത്തോടു കൂടി പെരുമാറുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി മുഅ്മിനുകളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ രാജ്യം 77ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇവിടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന, അല്ലെങ്കിൽ രാജ്യത്തെ വർഗീയപരമായി വേർതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വിശ്വാസ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു സത്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. നമ്മുടെ ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വല്ലാത്ത ഒരു പ്രയാസത്തിലും, നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പ്രത്യേകിച്ചുള്ള ആഘോഷ പരിപാടികൾ അത്രയും സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നിർത്തലാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണുള്ളത്. നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ ചടങ്ങുകൾക്കൊക്കെ തന്നെ ഒരു ലഘൂകരണം ആവശ്യമാണ് എന്ന് പോലും
എല്ലാവരും ഒരുപോലെ ഒന്നിച്ചൊന്നായി അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നതമായ സഭ രാജ്യത്തെ കീറിമുറിക്കാനുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നതാണ്. ഇന്നലെയും മിനിയാന്നുമൊക്കെയായി നമ്മൾ കണ്ടതാ. ഭൗതികമായ ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ രാജ്യത്ത് അധിവസിക്കുന്ന ആളുകളെ വർഗീയപരമായി വേർതിരിവുണ്ടാക്കാനുള്ള ശ്രമം, വഖഫ് ബോർഡിന്റെ പേരിൽ ഇന്നലെ സഭയിലുണ്ടായ ഒച്ചപ്പാടുകൾ അതല്ലേ നമ്മെ സൂചിപ്പിക്കുന്നത്. ഇവിടെ അനുച്ഛേദം 30 പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് സ്ഥാപനങ്ങൾ നടത്താനുള്ള അധികാരം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നമ്മെ അനുവദിച്ചിട്ടുള്ള സംഗതിയാണ്. ന്യൂനപക്ഷങ്ങൾ ഏത് വിഭാഗമാകട്ടെ, ഏതു വിഭാഗത്തിനും സ്ഥാപനങ്ങൾ നടത്താൻ വഖഫ് എന്ന് പറയുന്ന വഖഫ് ബോർഡ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഭവം തന്നെയാണ്. അപ്പൊ അത് നടത്താനുള്ള അധികാരം നൽകിയിട്ടുണ്ട് നമ്മൾക്ക്. പക്ഷെ ഇവിടെ ഒരു പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരാൻ, ആ ഭേദഗതി ബില്ല് കൊണ്ടുവരാൻ ആസൂത്രിതമായി മാനസികമായി തളർന്നു നിൽക്കുന്ന ഈ സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു തീവ്രമായ ശ്രമങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ ഇത്ര ധൃതി പിടിച്ച് ഈ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്? സാധാരണഗതിയിൽ അതാത് സംസ്ഥാനങ്ങളിൽ അതിനൊരു നിയമമുണ്ട്. അതാത് സംസ്ഥാനങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇത്തരം ബോർഡുകൾക്കുണ്ട്. ആ ബോർഡുകളെ നിയന്ത്രിക്കേണ്ടത് അതാത് സംസ്ഥാനങ്ങളാണ്. അതിൻ്റെ പരിധികളൊക്കെ ഏറ്റെടുത്ത് അതെല്ലാം തകർത്ത് തരിപ്പണമാക്കി എല്ലാം നമ്മളാണ് ഇത് നിയന്ത്രിക്കേണ്ടത് എന്നിടത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ നേരെയാണെങ്കിൽ നാളെ മറ്റൊരു സമുദായത്തിൻ്റെ നേരെയായിരിക്കും ഈ കൂരമ്പുകൾ എഴുതുവിടാൻ പോകുന്നത് എന്ന് നമ്മൾ അറിയണം. ഇന്നലെ മണിക്കൂറുകളോളം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം അവസാനം ഈ ഒച്ചപ്പാടുകൾ ഉണ്ടായപ്പോ തൽക്കാലം അത് മറ്റൊരു സമിതി അത് ചർച്ച ചെയ്യട്ടെ എന്ന് വെച്ച് തൽക്കാലം മാറ്റിവെച്ചതാ. വീണ്ടും ഭേദഗതി ബില്ല് കൊണ്ടുവരില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ യുവാക്കൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരവബോധം, നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, അതിനെ വിശ്വാസത്തെ പോലും വർഗീയതയുണ്ടാക്കി, വിഭാഗീയതയുണ്ടാക്കി, വേർതിരിവുണ്ടാക്കി വ്യത്യസ്ത രീതിയിലേക്ക് ഇതറിയണം. ഈ സാഹചര്യം സൂചിപ്പിച്ചല്ലോ, എല്ലാവരും ഒറ്റയ്ക്ക് അല്ല, ഒന്നിച്ച് കൂട്ടായി നമ്മുടെ സ്വാതന്ത്ര്യം നേടിയ ഇതുമായി ബന്ധപ്പെട്ട് ഇൻഡിപെൻഡന്റ് ഡേ ഒക്കെ വളരെ സമുചിതമായി ആഘോഷിക്കാനിരിക്കുന്ന ഇത്തരം വേളയിൽ പോലും ഇത്തരത്തിലുള്ള വിഭാഗീയത ഉണ്ടാക്കി പരസ്പരം തമ്മിലടിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന തലങ്ങളിൽ അതിൽ നിന്നൊക്കെ രക്ഷ നൽകാൻ അള്ളാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും കഴിയില്ല. ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ വളരെ സമാധാനത്തോടു കൂടി നിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ, നിന്റെ ദീൻ അള്ളാഹുവേ അത് സമൂഹങ്ങളിൽ പ്രബോധനം ചെയ്ത് എല്ലാവരെയും നല്ല പാതയിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ. അള്ളാഹ് എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവേ ദീനിന്റെ നിലനിൽപ്പാണ് ഞങ്ങളെ ലക്ഷ്യം. ആ ദീനനുസരിച്ച് ജീവിച്ച്, തന്റെ വിശ്വാസമനുസരിച്ച് ജീവിച്ച് ഈ ദുനിയാവിൽ നിന്ന് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് വിട പറയാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണേ. അള്ളാഹുവേ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നാടിൻ്റെ നാനാഭാഗത്തും അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വയനാട്ടിലുള്ളവരായിരുന്നാലും അതേപോലെ തന്നെ മറ്റ് നമ്മുടെ പ്രദേശങ്ങളിലെ മറ്റെല്ലാ ഭാഗങ്ങളിലും എല്ലാം നഷ്ടപ്പെട്ട് വല്ലാതെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവേ സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹ് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക്, വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവേ അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവേ
ഞങ്ങളിൽ ഒരുപാട് ആളുകൾ വീടുകളിലും ആശുപത്രികളിലുമായി രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അല്ലാഹുവേ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. പലരും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. പടച്ചവനെ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ അല്ലാഹുവേ എത്രയും വേഗം ശമനം നൽകി അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് അല്ലാഹുവേ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അല്ലാഹുവേ അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار